എടോ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യാവൂ? കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അല്ലാത്തവൻ ദിക്റും പറഞ്ഞു നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം നിർബന്ധമുണ്ടോ? ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ? നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? നിന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വെച്ചു വിളമ്പി തരണമെന്ന് നിർബന്ധമുണ്ടോ? വീടടിച്ചു വാരണം, പരിസരം വൃത്തിയാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം. എന്നിട്ട് നീ ഓളെ നേരെ കിടന്ന് ചാടാ. ഓളത് വല്ലവും ചെയ്തു തന്നാ അത് അവളുടെ ഔദാര്യമടോ, അതൊരു ഹിദ്മത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല, കാക്ക തുണി വേണം, കീറിയിക്ക, ഇങ്ങനെ നടക്കാ പുറകില്. ഓൾക്ക് ആവശ്യപ്പെട്ടതുപോലും കൊടുത്തില്ല, അർഹതപ്പെട്ടതുപോലും കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആര് പറയണം നമ്മൾ നല്ലവനാണെന്ന്? ആര് പറയണം? നമ്മുടെ ഭാര്യ പറയണം. നബിതങ്ങളുടെ ഭാര്യയോട്, ആയിഷ ബീവിയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഖാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.